നമ്മൾ സദാചാര പോലീസിംഗ് ആണോ? ചോദിച്ച ഉടനെ സദാചാര പോലീസിംഗ് ആയി. ഒരക്ഷരം അവരോട് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഈ കടകൾ. എപ്പോൾ മിക്കവാറും ദിവസം രാത്രി ഞാൻ കാർ എടുത്തോണ്ട് പോകും. അപ്പോൾ കടകളൊക്കെ സെറ്റ് ചെയ്യായിരിക്കും. രാവിലെ ഒരു 3:30-4 മണിക്ക് വരുമ്പോൾ ഈ കടകളൊന്നുമില്ല. ഇതിനൊന്നും ലൈസൻസ് ഇല്ല. ലൈസൻസിൽ പ്രത്യേകം പറയുന്നുണ്ട് ലൈസൻസി അവരുടെ സ്പൗസ്, ഭാര്യയോ ഭർത്താവോ മക്കളോ മാത്രം ചെയ്യാൻ പാടുന്നുള്ളൂ. ഈ ലൈസൻസ് എടുത്തിട്ട് എല്ലാവരും അന്യദേശ തൊഴിലാളികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? അവിടെ തന്നെ നമ്മളുടെ ഫൈൻ ആർട്സിന് മുമ്പിലൊരു കടയുണ്ട്. ഇങ്ങനെ വെള്ളം ഇതാക്കിയിട്ട് നേരെ കായലിലേക്ക് ഇടുക. കായലിൽ തന്നെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. ആ വെള്ളം തന്നെയാണ് പാത്രം കഴുകാനും കൈ കഴുകാനായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കൊരു സെൻസില്ല. ഇപ്പം ഇന്നലെ ഈ കാരക്കാട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ റോഡ് മുഴുവൻ വേസ്റ്റ് ഒരു കടയുടെ മുമ്പിൽ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു എടുക്കൂ. അല്ല, വേസ്റ്റ് എടുക്കേണ്ട ആൾ വന്നില്ല. ദാറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. ഇത് നടപ്പാതെയാണ്, അവിടെ വയ്ക്കാൻ എടുക്കൂ. അപ്പോൾ ഞാൻ എപ്പോഴും പോയി പറയുന്നത് അവർ വേഗം ഉള്ളിലേക്ക് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എലി ചാടണോ, പല്ലി ചാടണോ, പുഴുക്കൾ കിടന്ന് പിടയ്ക്കണോ. അപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് ചായ കുടിക്കണം. കണ്ടോ സാർ, നോൺ വെജിറ്റേറിയൻ ചായയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഇപ്പോൾ മാഡം തന്നെ പറഞ്ഞല്ലോ, ഇരുളിൻ്റെ മറവിൽ തുറക്കുകയും ഇരുളിൻ്റെ മറവിൽ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ ആളുകളാണ് മിക്കവാറും, മനസ്സിൽ ഇരുട്ട് നിറഞ്ഞ ആളുകളാണ് അവിടെ വരുന്നത്. സമൂഹത്തിൽ ഇത് ഇരുട്ടാണ് പരത്തുന്നത്, ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ കുട്ടികളെ നമുക്കൊരു കാരണവശാലും തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥ, പഠിപ്പിക്കാൻ വിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു മാതാവ് എന്ന രീതിയിലുള്ള വേദന അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകൾ ഡ്രസ്സ് ഇടാണ്ട് പുറത്തിങ്ങനെ ടെറസിൽ നടക്കരാകത്ത് കയറും, ചൂടെടുക്കണമെങ്കിൽ ആൻറ്റി കൂടി വീശി തരാം എന്നൊക്കെ പറഞ്ഞു. രാത്രിയല്ല, നട്ടുച്ചയ്ക്കാണ് പെൺകുട്ടി നടക്കണ്ടായിരുന്നത്. എന്റെ അച്ഛനില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അച്ഛനല്ല, തന്തയ്ക്കില്ലാത്ത. മറ്റൊരു ലാംഗ്വേജ് ഒന്നും നിങ്ങൾ കേൾക്കണം. എന്റെ തന്തയ്ക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി? എന്റെ പ്രായം അറിഞ്ഞൂടെ? അപ്പൊ ഞാൻ തള്ളയായതുകൊണ്ടാണ് മോളെ എന്ന് പറഞ്ഞു. എന്താ മോള് കാണിക്കണേ? ഉണക്കാൻ നടക്കുകയാണ്. നമ്മൾ നിങ്ങൾ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ആൻറ്റിയും കൂടെ വന്ന് വീശിത്തരാം, വേഗം നമുക്ക് ഉണക്കിയെടുക്കാം. ഏതോ ലോകത്താണ് ആ പെൺകുട്ടി. സംസ്കാരം തന്നെ മാറിയിരിക്കണം. എന്താണ് കോർപ്പറേഷന്റെ മുമ്പിൽ നിന്ന് ഒരു പെണ്ണും ചെക്കനും കൂടെ ഉമ്മ വയ്ക്കണു. ആര് ചോദിക്കാൻ? എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ബോട്ട് ജെട്ടി, KSRTC യാർഡ്, സൗത്തിൽ നിന്ന് ഗേൾസ് സ്കൂൾ വഴി ജോസ് ജംഗ്ഷനിലേക്ക് പോകുന്ന സ്ഥലം, വിവേകാനന്ദ ഇതിൽ കൂടെ പോകുന്ന സ്ഥലം, അതിൻ്റെ ഇപ്പുറത്തുള്ള കാരക്കാട്ട് റോഡ് മുഴുവനും അന്യദേശക്കാർ കൈയടക്കിയിരിക്കുകയാണ്. കൊണ്ട് പോലീസിനെ കാണിച്ചു കൊടുത്താൽ പോലും അവരവിടെ നിന്ന് പറഞ്ഞിട്ടാലും പിറ്റേ ദിവസം അവരവിടെയുണ്ട്. ഇവരെന്ത് വിൽക്കുന്നു, എന്ത് ചെയ്യുന്നു? ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു ആൺതുണി ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. അവൻ്റെ തോളത്തെ കയറ്റത് ഇങ്ങനെയാണ്. പാതി മയക്കത്തിലാണ്. അല്ലെങ്കിൽ പെൺകുട്ടിയുടെ തോളത്ത് കൂടെ കൈയിട്ട്. ഇതൊക്കെ ഞാൻ അമേരിക്കയിലൊക്കെ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ എൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ താങ്കളുടെ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സർവ്വസാധാരണമല്ല, സാധാരണമല്ല. നമസ്കാരം. ദുരന്തമുഖത്തേക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിന് വേണ്ടി ഒരാളെ ദുരിതക്കയത്തിലേക്ക് ആഴ്ത്തി DYFIയുടെ ജീവൻ രക്ഷാ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കണ്ടതാണ്. ഇതിനെതിരെ കൊച്ചിയിൽ നിന്ന് സംസാരിക്കാൻ ഒരു ശബ്ദമേ ഉണ്ടായുള്ളൂ. ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണത വരില്ല, ഒരു സ്ത്രീ ശബ്ദം ആയിരുന്നു. ഇന്ന് കൊച്ചി നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഒന്നാണ് മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഹബ്ബായി മാറിയിരിക്കുന്ന കൊച്ചിയിൽ സ്ത്രീത്വത്തിൻ്റെ ഒരു ശബ്ദം, സമൂഹത്തിൻ്റെ ഒരു ശബ്ദമാണ് അന്ന് DYFI ദുരിതാശ്വാസ കേന്ദ്രത്തിന് വേണ്ടി പിരിവ് നടത്തുന്നതിന് വേണ്ടി നടത്തിയ തട്ടുകടയോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങളിൽ നാം കേട്ടത്. ആ ശബ്ദത്തിനുടമ മറ്റാരുമല്ല, കൊച്ചിൻ കോർപ്പറേഷൻ്റെ മെമ്പറായ പത്മജ S. മേനോനാണ്. മാഡം നമസ്കാരം. നമസ്തേ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാഡം അത് പലപ്പോഴായി പലതും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം. മാഡം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവൾ എന്നെ വിട ചൊല്ലിപ്പോയി. എനിക്ക് വളരെ വേദനയുള്ള അനുഭവമാണെങ്കിലും അതിപ്പോൾ നന്നായി എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുട്ടികളുടെ പിതാവാണ്. അപ്പോൾ ഒരു മാതാവ് അങ്ങനെ പറയുമ്പോൾ എത്രത്തോളം വേദനയോട് കൂടിയാണെന്ന് പറയുന്നത്, ആശ്വാസം കൊള്ളുന്നു ഞാനതിലെന്ന് പറഞ്ഞു. അതായത് ഇന്നത്തെ കൊച്ചി പെൺകുട്ടികൾക്ക് അധിവസിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്താണ് ഇതിനൊരു പറയാനുള്ളത്? എന്താണ് ഇതിൻ്റെ ഒരു
പരിഹാരം? ശരിക്കും പറയുകയാണെങ്കിൽ കൊച്ചിയിൽ ഇപ്പോൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞൊരു ഇല്ല. നമ്മൾ പെൺകുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാന്യത വസ്ത്രധാരണ രീതിയിലും സംസാരത്തിലുമൊക്കെ ഒന്നും കൊച്ചിയിലില്ല. അവരേതോ എന്തിനോ ഒക്കെ അടിമപ്പെട്ട് ഏതോ ജീവിതശൈലിയിലേക്ക് അവർ എല്ലാവരും തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടി വരുന്ന അവിടുത്തെ ലൈഫ് സ്റ്റൈല് ഇവിടുന്നേ പഠിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ്. എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയും അച്ഛനും കൂടെ വന്നിരുന്നു. അവർക്ക് വേറെ ഏതെങ്കിലും ഒരു പേയിങ് ഗസ്റ്റ് അക്കോമഡേഷനിലേക്ക് മാറണം. അവരുടെ മുറിയിലും അടുത്തുള്ള മുറിയിലും ഒക്കെയുള്ള കുട്ടികൾ പുക വലിക്കുന്നുണ്ട്. അപ്പോൾ അത്ര അധികം രൂപ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് YWCAയിലേക്കോ അല്ലെങ്കിൽ SNV സദനത്തിലേക്കോ എവിടെയെങ്കിലും മാറാം, അതിനൊക്കെ ഒരു സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ റൂമുകളിൽ തന്നെ ഇരുന്ന് പെൺകുട്ടികൾ വലിക്കുന്നുണ്ട്, പുറത്തോട്ട് ഇറങ്ങി നിന്ന് പെൺകുട്ടികൾ വലിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ ജീവിതം ഇവിടെ ഒട്ടും സുരക്ഷിതമല്ല. മാതാപിതാക്കൾ അറിയുന്നില്ല അവരാരോടൊപ്പം പോകുന്നു, എങ്ങനെയൊക്കെ പോകുന്നു, അവർക്ക് പൈസ കിട്ടുന്നുണ്ടോ, എങ്ങനെ പൈസ വരുന്നു എന്നൊന്നും മാതാപിതാക്കൾ അറിയുന്നില്ല. ഈ ലൈഫ് സ്റ്റൈലിന് ഇപ്പോൾ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ അറിയാം, അത്ര എക്സ്പെൻസീവായ ഡ്രസ്സുകളൊക്കെ ഇട്ട് അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് വരാത്ത കുട്ടികൾ പോലും അങ്ങനൊരു ഡ്രസ്സിന് മോളെ ഇതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാനായിട്ട് മാതാപിതാക്കൾ കഴിയുന്നില്ല. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ബോട്ട് ജെട്ടി, KSRTC യാർഡ്, സൗത്തിൽ നിന്ന് ഗേൾസ് സ്കൂൾ വഴി ജോസ് ജംഗ്ഷനിലേക്ക് പോകുന്ന സ്ഥലം, വിവേകാനന്ദ ഇതിൽ കൂടെ പോകുന്ന സ്ഥലം, അതിൻ്റെ ഇപ്പുറത്തുള്ള കാരക്കാട്ട് റോഡ് മുഴുവനും അന്യദേശക്കാർ കൈയടക്കിയിരിക്കുകയാണ്. കൊണ്ട് പോലീസിനെ കാണിച്ചു കൊടുത്താൽ പോലും അവരവിടെ നിന്ന് പറഞ്ഞിട്ടാൽ പിറ്റേ ദിവസം അവരവിടെയുണ്ട്. ഇവരെന്ത് വിൽക്കുന്നു, എന്ത് ചെയ്യുന്നു? ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു ആൺതുണി ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. അവൻ്റെ തോളത്ത് കയറ്റത് ഇങ്ങനെയാണ്. മിക്കവാറും പാതി മയക്കത്തിലാണ് നമ്മൾ കാണുന്നത്. പാതി മയക്കത്തിലാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ തോളത്ത് കൂടെ കൈയിട്ട്. ഇതൊക്കെ ഞാൻ അമേരിക്കയിലൊക്കെ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ എൻ്റെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ താങ്കളുടെ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സർവ്വസാധാരണമല്ല, സാധാരണമല്ല. ഏതെങ്കിലും ഒരു ഒളിച്ചോ എവിടെ ആരെങ്കിലും കാണാണ്ട് ഒരു കാമുകനും കാമുകനും കൂടെ കൂടിപ്പോയാൽ കൈ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ എന്താണ് കോർപ്പറേഷൻ്റെ മുമ്പിൽ നിന്ന് ഒരു പെണ്ണും ചെക്കനും കൂടെ ഉമ്മ വയ്ക്കണു. ആര് ചോദിക്കാൻ? നമ്മൾ സദാചാര പോലീസിംഗ് ആണോ? ചോദിച്ച ഉടനെ സദാചാര പോലീസിംഗ് ആയി. ഒരക്ഷരം അവരോട് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഈ കടകൾ എപ്പോൾ മിക്കവാറും ദിവസം രാത്രി ഞാൻ കാർ എടുത്തോണ്ട് പോകും. അപ്പോൾ കടകളൊക്കെ സെറ്റ് ചെയ്യായിരിക്കും. രാവിലെ ഒരു 3:30-4 മണിക്ക് വരുമ്പോൾ ഈ കടകളൊന്നുമില്ല. ഇതിനൊന്നും ലൈസൻസ് ഇല്ല. ലൈസൻസിൽ പ്രത്യേകം പറയുന്നുണ്ട് ലൈസൻസി അവരുടെ സ്പൗസ്, ഭാര്യയോ ഭർത്താവോ മക്കളോ മാത്രം ചെയ്യാൻ പാടുന്നുള്ളൂ. ഈ ലൈസൻസ് എടുത്തിട്ട് എല്ലാവരും അന്യദേശ തൊഴിലാളികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? അവിടെ തന്നെ നമ്മളുടെ ഫൈൻ ആർട്സിന് മുമ്പിലൊരു കടയുണ്ട്. ഇങ്ങനെ വെള്ളം ഇതാക്കിയിട്ട് നേരെ കായലിലേക്ക് ഇടുക. കായലിൽ തന്നെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. ആ വെള്ളം തന്നെയാണ് പാത്രം കഴുകാനും കൈ കഴുകാനായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കൊരു സെൻസില്ല. ഇപ്പം ഇന്നലെ ഈ കാരക്കാട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ റോഡ് മുഴുവൻ വേസ്റ്റ് ഒരു കടയുടെ മുമ്പിൽ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു എടുക്കൂ. അല്ല, വേസ്റ്റ് എടുക്കേണ്ട ആൾ വന്നില്ല. ദാറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. ഇത് നടപ്പാതെയാണ്, അവിടെ വയ്ക്കാൻ എടുക്കൂ. അപ്പോൾ ഞാൻ എപ്പോഴും പോയി പറയുന്നത് അവർ വേഗം ഉള്ളിലേക്ക് എടുത്തുവച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എലി ചാടണു, പല്ലി ചാടണു, പുഴുക്കൾ കിടന്ന് പിടയ്ക്കണു. അപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് ചായ കുടിക്കണം. കണ്ടോ സാർ, നോൺ വെജിറ്റേറിയൻ ചായയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഇപ്പോൾ മാഡം തന്നെ പറഞ്ഞല്ലോ, ഇരുളിൻ്റെ മറവിൽ തുറക്കുകയും ഇരുളിൻ്റെ മറവിൽ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ ആളുകളാണ് മിക്കവാറും, മനസ്സിൽ ഇരുട്ട് നിറഞ്ഞ ആളുകളാണ് അവിടെ വരുന്നത്. സമൂഹത്തിൽ ഇത് ഇരുട്ടാണ് പരത്തുന്നത്, ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ കുട്ടികളെ നമുക്കൊരു കാരണവശാലും തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥ, പഠിപ്പിക്കാൻ വിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു മാതാവ് എന്ന രീതിയിലുള്ള വേദന അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകൾ ഡ്രസ്സ് ഇടാണ്ട് പുറത്തിങ്ങനെ ടെറസിൽ നടക്കരാകത്ത് കയറും, ചൂടെടുക്കണമെങ്കിൽ ആൻറ്റിബോഡി വീശി തരാം എന്നൊക്കെ പറഞ്ഞു. രാത്രിയല്ല, നട്ടുച്ചയ്ക്കാണ് പെൺകുട്ടി നടക്കണ്ടായിരുന്നത്. എന്റെ അച്ഛനില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അച്ഛനല്ല, തന്തയ്ക്കില്ലാത്ത. മറ്റൊരു ലാംഗ്വേജ് ഒന്നും നിങ്ങൾ കേൾക്കണം. എന്റെ തന്തയ്ക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി? എന്റെ പ്രായം അറിഞ്ഞൂടെ? അപ്പൊ ഞാൻ തള്ളയായതുകൊണ്ടാണ് മോളെ എന്ന് പറഞ്ഞു. എന്താ മോള് കാണിക്കണേ? ഉണക്കാൻ നടക്കുകയാണ്.
നമ്മൾ നിങ്ങൾ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ആൻറ്റിയും കൂടെ വന്ന് വീശിത്തരാം, വേഗം നമുക്ക് ഉണക്കിയെടുക്കാം. ഏതോ ലോകത്താണ് ആ പെൺകുട്ടി. നമ്മുടെ സംസ്കാരം തന്നെ മാറിയിരിക്കണം. പുറത്തുള്ള രാജ്യങ്ങളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും, അതായത് വിദേശികളും നമ്മുടെ കുട്ടികളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. പക്ഷേ ഇവിടെയുള്ള ആൺകുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് ഇവിടെയുള്ള പെൺകുട്ടികളെ വേണ്ട. കാരണം അവർ കാണുന്നതാണ് എങ്ങനെയാണ് ആ സമൂഹത്തിൽ ഇവർ പോകുന്നതെന്നറിയാം. ഡ്രഗ്സ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, ഫ്രീ സെക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട് നിന്നിട്ട് അമ്മ അറിയുന്നില്ല. കഴിഞ്ഞ കൊച്ചി തന്നെ ഉണ്ടായിരുന്ന സംഭവം ഉള്ളത്, തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതെ അതെ. ഇപ്പോൾ ഒരു കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കൊച്ചി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ, പിന്നെ കോഴിക്കോടും ഉണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത സിറ്റി എന്ന രീതിയിൽ കൊച്ചിയിൽ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു കൗൺസിലർ എന്ന രീതിയിൽ നമുക്ക് ഇതിന് ഫലപ്രദമായ രീതിയിൽ ഒരു അവയർനെസ് നടത്താൻ ഏത് രീതിയിലൊക്കെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റും? കോർപ്പറേഷനൊന്നും ഇല്ല. അവരുടെ ഹെൽത്ത് സ്ക്വാഡുണ്ട്, അവർ രാത്രി ഒഴിപ്പിക്കുന്ന കടകളുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു എന്ന് അറിഞ്ഞൂടെ. ഞാനൊരു ഫുഡ് കൊണ്ട് തട്ടിയിടുന്നത് കൈയോടെ ഞങ്ങളുടെ ഹരിതകർമ്മ സേന പിടികൂടി. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നൈറ്റ് സ്ക്വാഡ് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഞങ്ങൾക്ക് കാറില്ല. 2 ആണുങ്ങളാണ്, അവർക്ക് ഓട്ടോറിക്ഷ അടിച്ച് വന്നൂടെ? അവർക്ക് ശമ്പളം കിട്ടണം. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലിടപെടാപ്പെട്ട് ഞങ്ങളുടെ ജോലി പ്രൊമോഷനൊന്നും തടസ്സാവാൻ പറ്റില്ല. അവർക്ക് ഒന്നിലും ഒരു ബോധരക്ഷ. പെൺകുട്ടികളുടെ കയ്യിൽ മിനിഞ്ഞാന്ന് 4 ആൺകുട്ടികൾ നിന്ന് എന്തോ ഇങ്ങനെ ചുരുട്ടി സിഗരറ്റ് പോലെയാക്കി വലിക്കാൻ നോക്കും. അപ്പോൾ ഞാനിങ്ങനെ തന്നെ നിൽക്കുകയാണ്, എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ആരൊക്കെ ഉണ്ട്, ഒരു പയ്യൻ. അപ്പോൾ അവൻ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് അവർ കുറച്ച് നേരം അവിടെ നിന്ന് ഞാനവിടെ തന്നെ നിന്നു. അവരുടെ കയ്യിൽ ആ പാക്കറ്റിൽ എന്തോ ചരസോ ഗ്രാസോ എന്തോ ആണ്. സിഗരറ്റ് വെറുതെ പാക്കറ്റിൽ നിന്ന് എടുത്ത് വലിക്കില്ല, അവർ ചുരുട്ടി എടുത്ത് വലിക്കുക. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി ഹോസ്റ്റലിൽ മാറണം, എല്ലാം മിക്സഡ് ഹോസ്റ്റലാണ്. ഞാൻ എൻ്റെ ഹരിതകർമ്മ സേനയിലെ എൻ്റെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരെ അയച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിച്ചു. ഐ വോണ്ട് ടു സീ ദ എന്താണ് ഇപ്പം നിയമം കയ്യിലെടുക്കല്ലേ, എനിക്കറിയണമല്ലോ. എൻ്റെ നാട്ടുകാർക്ക് പേടിയാണ്. തൊട്ടടുത്ത് താമസിക്കുന്നത് ആരാണ്, കൊടും കുറ്റവാളിയാണോ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളാണോ, എന്താണ് കാശ്മീരിൽ നിന്ന് വന്ന ആളാണോ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാണോ, ഒന്നും അറിയുന്നില്ല. ഇന്ന് വരുന്നു നാളെ പോകുന്നു. അപ്പം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സഹായത്തോടു കൂടി എൻ്റെ ഡിവിഷനിലെ ആൾക്കാരെ ആരൊക്കെ ഇവിടെ താമസിക്കുന്നു, ഏതൊക്കെ സ്ഥലം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആധാർ കാർഡ് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആധാർ കാർഡ് 2 പേരുടെ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ 40 പേരുണ്ട്. അപ്പം ആ 40 പേരിൽ കുറേ എണ്ണം പെൺകുട്ടികളാണ്. ഇവിടെയുള്ള കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ബോയ് ഫ്രണ്ട്സ് കൂടെ വേണം. സങ്കടമുണ്ട് പറയാനായിട്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛനമ്മമാർക്ക് പേടിയാണ്. പോക്സോ കേസ് കൊടുത്താൽ പോരെ. പോക്സോ എന്ന് പറഞ്ഞാൽ ഇവൻ ഇത്തിരി പ്രായമായ കുട്ടികൾക്കാണെങ്കിൽ പോലും ഉപദ്രവിച്ചു. അതുപോലെ തന്നെ ധാരാളം പെൺകുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. ആൻറ്റി ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങണം, രാത്രിയാകുമ്പോൾ അടുത്ത വീട്ടിലെ അങ്കിള് വരുന്നു, അടുത്ത വീട്ടിലെ എന്താണ് ആണുങ്ങൾ വരുന്നു, ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താണ് അമ്മ ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, സമാധാനത്തോടെ ജീവിക്കാനും പഠിച്ച് ഒരു ജോലി കിട്ടി കാലിൽ നിൽക്കാനുമായിട്ടുള്ളൊരു സഹായം മതി. ഞാനിപ്പോൾ കുറച്ച് സ്ഥലം മേടിച്ച് ഞങ്ങൾ അവരെ അങ്ങനെയുള്ള കുട്ടികളെ പുനരധിവസിപ്പിക്കാനായിട്ട് സമയം എടുക്കണമെന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഞങ്ങളുടെ ഇന്നവീൽ ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊരു സ്കീം ഉണ്ടാക്കി. ദേ ക്യാൻ കണ്ടിന്യൂ ആസ് മച്ച് ദേ വോണ്ട്. 3 കൊല്ലോ 5 കൊല്ലോ അങ്ങനെ കുറേ കുട്ടികൾ വന്നു. അപ്പോൾ അതിലൊരു കുട്ടി വന്നു പറഞ്ഞു എനിക്ക് ധനസഹായമൊന്നും വേണ്ട, ഞാൻ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്, മഹാരാഷ്ട്രയിൽ പഠിക്കുകയാണ്, എല്ലാം ഫ്രീ ആണ്, പക്ഷേ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ രാവിലെ പുറം പണിക്കൊക്കെ പോകും, അച്ഛനില്ല, വിഡോ ആണ്. അപ്പോൾ ഒരു നീല ഷെഡടിച്ച് തുണിയിലാണ് കിടക്കുന്നത് ഇവർ. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ഞരമ്പ് രോഗികളെന്ന് പറയണം, വന്ന് ചെറിയ ബ്ലേഡ് വെച്ചിങ്ങനെ കീറി വയ്ക്കും. എവിടെ കീറി വയ്ക്കുന്ന ഇവർക്കറിയാം. അമ്മയും ജോലി കഴിഞ്ഞ് പാമ്പനെ കൂട്ടി വന്ന് കിടക്കാറുണ്ട്. രാത്രിയാകുമ്പോൾ ഇവന്മാരുടെ ബൂസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവർക്ക് എവിടെ ഹോളെന്നറിയാമല്ലോ, കമ്പ് കൊണ്ട് അതിൽ കൂടെ കുത്തും. അപ്പോൾ ഈ അമ്മയും മോളും കൂടെ ഈ വീടിന് ചുറ്റും കിടന്ന് ഓടുക, വീണ്ടും ഉള്ളിൽ കിടന്ന് ഓടുക, പുറത്തേക്ക് ഇറങ്ങാൻ തട്ടിയാൽ തുറക്കാവുന്നൊരു നീല ഷീറ്റാണ്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇവർക്ക് ഉറങ്ങാനും പറ്റില്ല. പീതി കൊണ്ട് അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് മണ്ണെണ്ണ തീയുടെ വിളക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനപ്പോൾ ഒരു 2-3 ആൾക്കാരെ അലേർട്ട് ചെയ്ത് ഇവരത് രാത്രി പോയിന്ന് വാച്ച് ചെയ്ത് സത്യമെന്ന് മനസ്സിലാക്കി പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. അവർ തന്നെ ഇടപെട്ടിട്ട് അവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കാവലി കുട്ടികൾക്കുണ്ട്, ഈ സ്ത്രീക്കും മകൾക്കും ഉണ്ട്, ഇനി ഇവിടെ ഇതുപോലെ തോന്നിയാസം കാണിച്ചാൽ ഇതായിരിക്കില്ല എന്ന് പറഞ്ഞ്
പിന്നെ ആ കുട്ടി 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു, ആൻറ്റി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. കുറച്ച് നാൾ മുമ്പത്തെ കാര്യമാണ്. ഞാൻ ഇപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ഒരു പാവപ്പെട്ട വിധവയും സ്ത്രീയെയും മകളെയും ഉറങ്ങാൻ സമ്മതിക്കാണ്ട് ഒരുതരം ജനമ്പ് രോഗമല്ലേ ഇതിലിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ അന്യദേശ തൊഴിലാളികൾ, അങ്ങനെ പറഞ്ഞാൽ മുഖ്യമന്ത്രി കേസ് എടുക്കും, അതിഥി തൊഴിലാളികൾ. ഈ അതിഥി തൊഴിലാളികളുടെ വരവോടുകൂടി നമുക്ക് ഇത്തരം കുറേ സംഭവവാസങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇന്നലെയും കൂടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, ഈയാട്ടുമുക്കിൽ ഒരു പയ്യനിരിപ്പുണ്ട്, ഉത്തർപ്രദേശുകാരനാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇതൊരു പാൻ ഹിന്ദിയിലാണ് ഭേജ്താഹല വിൽക്കുന്നു, മലയാളത്തിൽ പറയാം വിൽക്കുന്നു. അപ്പോൾ ഞാൻ ഈ പാൻ വിട്ട് നിനക്ക് എന്ത് കിട്ടാൻ? ദീദി ഹംകോ ബി ജീനേ ദോ, അവിടെ കാമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു പാൻ വിട്ട് എന്ത് കിട്ടും? അത് വെച്ച് നീ ഇവിടെ താമസിക്കണം, അത് നിനക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവരെ എങ്ങനെ ഇതാക്കാനാണ്? എന്ത് വിട്ടിത്തര പറയുന്നത്? അപ്പം എനിക്ക് മനസ്സിലായി അതൊന്നും അല്ല എന്ന് മനസ്സിലായി. രാത്രി ആകുമ്പോൾ വേറെ തരത്തിലെ ആൾക്കാരാണ് അവിടെ. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ അലേർട്ട് ചെയ്തു, അവർ മാറ്റി. പിറ്റേ ദിവസം അതേപോലെ തന്നെ അവനുണ്ട്, ഷാമിയാനെയൊക്കെ വലിച്ചു കെട്ടി വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പോലീസിനെ അലേർട്ട് ചെയ്തു, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അലേർട്ട് ചെയ്തു. ഇന്നലെ അവനവിടെ ഇരിപ്പുണ്ട്. ഇന്നലെ നടപടിയൊന്നുമില്ല, അവർ മാറ്റിയെന്ന് അവർ പറയുന്നു. ഒരു പഴയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് സർക്കാരിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതർക്കോ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പഴയ ജേർണലിസ്റ്റായിട്ട് പഴയല്ല റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അവർ മാറ്റുന്നുണ്ട്. പക്ഷെ അയാൾ വന്നിരിക്കുന്നു. വിജിലൻസിന് വരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ഈ നമ്മുടെ ഏത് റോഡാണ്, മഹാകവി ജി റോഡിൻ്റെ അറ്റത്ത് ഒരാൾ വന്ന് ഇങ്ങനെ കെട്ടിയിട്ട് ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽക്കുന്നു. ലൈസൻസ് ഉണ്ടോ? ഞാൻ വൈപ്പിനിൽ നിന്നാണ്. വൈപ്പിന് ഇത് വിൽക്കാൻ പറ്റൂലേ? ഭാഗ്യക്കുറി വൈപ്പിൻകാർ എടുക്കൂലേ? മാറ്റണം. അപ്പോൾ ഞാൻ വികലാംഗനാണ്, അതിന് വൈപ്പിനിൽ ഇവിടെ തന്നെ വന്ന് ഇതാക്കണമെന്നുണ്ടോ? അപ്പം നമ്മളുടെ ഇത് പിടിച്ചു പറ്റാൻ നോക്കും, സഹതാപം. അപ്പോഴേക്കും ആൾക്കാർ കൂടുമല്ലോ, കൗൺസിലർ ഭദ്രകാളിയായി വികലാംഗനെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞു. മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ അവിടെ തന്നെ നിന്നു. അയാളിങ്ങനെ പതുക്കെ ശരിക്കും തന്നെ വികലാംഗനാണ്, മുച്ചക്രവാഹനമൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് വേറെ ആൾക്കാർ 2 പേര് വന്നു. എന്നെ മനസ്സിലാവില്ല, ഞാൻ പാർട്ടിയുടെ ആരോ ആണ്. അതിന് അദ്ദേഹത്തിന് സുഖമില്ലാത്ത ആളാണ്. അതിന് എന്താണ് അദ്ദേഹം വിൽക്കാൻ സമ്മതിക്കാത്ത എന്താ? ലൈസൻസ് കൊണ്ടുവരട്ടെ, വിൽക്കോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ വിൽക്കുന്നത് ലോട്ടറി അല്ലേ, എൻ്റെ ഡിവിഷനിൽ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് വൈപ്പിനിൽ വിൽക്കാമല്ലോ. ലോട്ടറി എറണാകുളത്ത് മാത്രമേ വിൽക്കാവുന്നുള്ളൂ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഇദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇനി അതിൻ്റെ മുകളിൽ കേസ് വരണ്ട. SRV സ്കൂളിൻ്റെ അവിടെ വാക്കറിൽ കൊണ്ടുവന്ന് ഇത് കൊടുക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നു എന്ന് അറിഞ്ഞ് ചെന്നപ്പോൾ അത് ഞാൻ പിന്നെയാണ് അറിയുന്നത്. വാക്കറുമായിട്ടാണ് ഒരാൾ ഇറങ്ങി വരുന്നത്. പിന്നെ ഇങ്ങനെ ഞൊണ്ടി പോയി ഒരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയാണ്. വാക്കറിൻ്റെ തിരിക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അവർ ഓരോന്ന് കണ്ടുപിടിക്കാൻ അഡ്വാൻസ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഉടനെ ആൾക്കാർ വന്നു, പാർട്ടിയുടെ ആൾക്കാർ വന്നു. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സങ്കീർണമായ അവസ്ഥയിലൂടെ ഒരു കാര്യങ്ങൾ പോണത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു കോർപ്പറേഷൻ പ്രതിനിധി എന്ന രീതിയിൽ എന്താണ് ഇനി ഇതിനൊരു മാറ്റം എന്നാണ് മനസ്സിലാക്കുന്നത് താങ്കൾ? എല്ലാവരും ആത്മാർത്ഥമായിരിക്കണം. ഞങ്ങൾക്ക് കിട്ടുന്ന ഓണററി 9,000 റുപ്പീസാണ്. ഒരു പുരുഷന് അത് വെച്ച് കുടുംബം നിലനിർത്താൻ പറ്റുമോ? കണ്ടയ്ക്കേണ്ടി വരുമോ? ഒരു സ്ത്രീക്ക് പറ്റുമോ? ഞങ്ങൾ നടത്തുന്ന ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ തന്നെ 9,000 റുപ്പീസ് കൂടുതൽ ബസ്സും ഓട്ടോറിക്ഷയൊക്കെ ആവുമല്ലോ. എനിക്ക് പറ്റും, കാരണം എൻ്റെ ഭർത്താവ് ചാർട്ടേഡ് അക്കൗണ്ട്, ഐ മൈസെൽഫ് വാസ് വർക്കിംഗ്. അപ്പോൾ എനിക്കത് കൊണ്ട് പറ്റും. 5 ബസ്സായിട്ടും മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 9,000 റുപ്പീസ് കൊണ്ട് ജീവിക്കുന്ന കൗൺസിലർ അതിനേക്കാട്ടിലും താഴെയാണ്, കറപ്ഷനിലേക്ക് വഴിവെക്കും. അപ്പോൾ കണ്ണടയ്ക്കാൻ പലപ്പോഴും നിർബന്ധിതരാകും. പിന്നെ പാർട്ടിയുടെ ഇത് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വിളിച്ച് പറയാണ് വേറെ പാർട്ടിയുടെ ആൾക്കാർ, പത്മജാതൻ്റെ ആൾക്കാരാണെന്ന് കണ്ണടയ്ക്കും. ഞാൻ കണ്ണടിക്കൽ അടയ്ക്കും. കണ്ണ് നമ്മൾ ഒരിക്കൽ പെർമനൻ്റ് ആയിട്ട് അടയ്ക്കും. ഇപ്പം അടയ്ക്കൂല. അങ്ങനെ യഥാതഥമല്ലാത്തൊരു കണ്ണടയ്ക്കലിന് ഞാൻ തയ്യാറല്ല. അല്ല, ഇത്തരം കണ്ണടയ്ക്കലിന് തയ്യാറല്ലാത്ത ആദർശമുള്ള ആളുകളാണ് ഇന്ന് നമുക്ക് ഇല്ലാതെ പോകുന്നത്. ഇവിടെ പത്മജ എസ് മേനോനെ പോലുള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും. തീർത്തും മാഡത്തിന് അങ്ങനെ തന്നെ വീണ്ടും തുടർന്നു പോകാൻ സാധിക്കട്ടെ. ജനങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകട്ടെ. നമസ്കാരം.